കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടനയെ തുടർന്ന് കോൺഗ്രസിനുള്ളിലെ വിഭാഗീയതയും ആധിപത്യ പോരാട്ടവും കൂടുതൽ തുറന്നു വരുന്ന സമയത്താണ് ഓർമ്മപ്പെടുത്തലുകൾ നിറഞ്ഞ ശക്തമായിട്ടുള്ള പ്രതികരണവുമായി ഓർത്തഡോക്സ് സഭ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സഭയുടെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള MGCയുടെ പ്രസിഡന്റ് ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത KPCCയുടെ പുതുക്കിയ ഘടനയിൽ സഭാംഗങ്ങളോടും സഭയുടെ പ്രതിനിധികളോടും കാണിച്ച അവഗണനയ്ക്കെതിരെ ശക്തമായി തുറന്നടിക്കുകയായിരുന്നു. ഓർത്തഡോക്സ് സഭ ആരുടെയും കൊട്ടാവുന്ന ചെണ്ടയല്ല. മതത്തിന്റെ പേരിൽ ആൾക്കാർ എവിടെയായാലും അവരെ തഴയാമെന്ന് കരുതുന്ന സമീപനം അംഗീകരിക്കാനുമാവില്ല എന്നാണ് ഗീവർഗീസ് മാർ യൂലിയോസ് കോട്ടയത്ത് നടത്തിയ പ്രസംഗത്തിൽ പറയുകയും ചെയ്തത്. യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രഗതി എന്ന പരിപാടിയിലായിരുന്നു മാർ യൂലിയോസിന്റെ ശക്തമായിട്ടുള്ള പ്രസ്താവന. ചാണ്ടിയുമ്മൻ, അബിൻ വർക്കി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചും രാഷ്ട്രീയ സ്വാധീനങ്ങളാൽ മതസംഘടനകളെ തളച്ചുവെക്കാനുള്ള ശ്രമങ്ങളെ കുറിച്ചും മെത്രാപ്പൊലീത്ത കടുത്ത ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മലങ്കര സഭ എപ്പോഴും ജനങ്ങളുടെ ക്ഷേമത്തിനായി മുന്നിട്ട് നിന്നിരുന്നതാണ്. എന്നാൽ സഭയിലെ അംഗങ്ങൾ രാഷ്ട്രീയമായി വളർന്നാൽ ചിലർക്ക് അതങ്ങോട്ട് സഹിക്കാനാവുന്നില്ല. സ്വർണ്ണപ്പാളികൾ പൊളിച്ചു കടത്തിയെന്ന ചോദ്യം ചോദിച്ചതിന് ട്രഷററെ 10 ദിവസം ജയിലിൽ അടച്ചത് ഇത്തരം സമീപനങ്ങളുടെ പ്രതിഫലനമാണ് എന്ന് മാർ യൂലിയോസ് ഓർമ്മിപ്പിച്ചു. ഗീവർഗീസ് മാർ യൂലിയോസ് തന്റെ പ്രസംഗത്തിൽ വ്യക്തമായി പറയുകയും ചെയ്തു, അബിൻ വർക്കിയും ചാണ്ടിയുമ്മനും നമ്മുടെ യുവതയാണ്. അവർ മതം വെച്ച് കളിക്കുന്നവരല്ല. സഭയോടും അവരുടെ ആത്മബന്ധം ഒരിക്കലും പൊളിയുകയുമില്ല. അവർ പാർട്ടിയിൽ സ്ഥാനം നേടിയത് അവരുടെ കഴിവുകൊണ്ട് മാത്രമാണ്, ആരുടെയെങ്കിലും മതമോ ജാതിയോ കാരണമല്ല. ഈ പ്രസ്താവനയെ രാഷ്ട്രീയ നിരീക്ഷകർ KPCCയിലെ ചില വിഭാഗങ്ങൾ സഭാംഗങ്ങളോടുള്ള അവഗണന പ്രകടിപ്പിച്ചതിനുള്ള നേരിട്ടുള്ള മറുപടി എന്ന നിലയിലാണ് കാണുന്നത്. മാർ യൂലിയോസ് പറഞ്ഞത് ഓർത്തഡോക്സ് സഭ എത്ര അടിച്ചാലും നല്ല സ്വരമാണ് പുറപ്പെടുവിക്കുക, പക്ഷേ അമിതമായി അടിച്ചാൽ സ്വരം മാറുമെന്നാണ്. അതാണ് ഞങ്ങൾ മുന്നറിയിപ്പായി പറയുന്നത്. ഓർത്തഡോക്സ് സഭയുടെ ചരിത്രം നോക്കിയാൽ തന്നെ സമൂഹത്തിനോടും വിദ്യാഭ്യാസ മേഖലയോടും അത്യന്തം ആഴത്തിലുള്ള പ്രതിബദ്ധതയാണ് ഈ സഭ പുലർത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിൽ തന്നെ സഭയുടെ പങ്ക് വലിയതാണ്. എന്നാൽ അടുത്തിടെ മതസംഘടനകളെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താനോ നിയന്ത്രിക്കാനോ ശ്രമിക്കുന്നതായും ചില സംഘടനകളുടെ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നതായി മാർ യൂലിയോസ് അഭിപ്രായപ്പെട്ടു. മലങ്കര സഭയെ ആരെങ്കിലും തങ്ങളുടെ സ്വാർത്ഥ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന് കരുതരുത്. സഭയുടെ കരുത്തുറ്റ നേതാക്കന്മാരുണ്ട്, ശക്തമായിട്ടുള്ള ആധാരവുമുണ്ട്. അതിനാൽ നമ്മെ ആർക്കും ചെറുക്കാനാവില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ രാഷ്ട്രീയ കേരളത്തിൽ ഇന്നും ചർച്ചയാണ്. കോൺഗ്രസിന്റെ പുനഃസംഘടനയ്ക്ക് ശേഷം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും വിവിധ വിഭാഗങ്ങൾ അസന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പല പഴയ പ്രവർത്തകരും യുവ നേതാക്കളും തങ്ങൾ അവഗണിക്കപ്പെട്ടുവെന്നാണ് ആരോപിക്കുന്നത്. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലായി മതപരമായിട്ടുള്ള അനുപാതങ്ങൾ കണക്കിലെടുത്തുന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ചില വിഭാഗങ്ങൾ കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബ വിഭാഗങ്ങളിലെ നേതാക്കൾക്ക് യഥാർത്ഥ പ്രാതിനിധ്യം നൽകിയിട്ടില്ലെന്ന് ആരോപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെയാണ് ഓർത്തഡോക്സ് സഭയുടെ നേതാക്കൾ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ വിമർശനങ്ങൾക്കിടയിലും ചാണ്ടിയുമ്മൻ സമാധാനപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുകയും ചെയ്തത്. KPCC പുനഃസംഘടനയെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അദ്ദേഹം പറഞ്ഞു, താനും ഒരു മനുഷ്യനാണ്. ചില സാഹചര്യങ്ങളിൽ വിഷമം വരാം, അത് സ്വാഭാവികമാണ്. പക്ഷേ പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു, പാർട്ടിയിൽ ജാതിക്കോ മതത്തിനോ സ്ഥാനമില്ല. എനിക്ക് ലഭിച്ച എല്ലാ അവസരങ്ങളും കോൺഗ്രസ് തന്നതാണ്. എനിക്ക് തരാനുള്ളതെല്ലാം പാർട്ടി തന്നു കഴിയുകയും ചെയ്തു. എൻ്റെ പിതാവിനെ 51 വർഷം MLA ആക്കിയത് ഈ പാർട്ടിയാണ്. അതിനാൽ പാർട്ടിക്കെതിരെ ഞാൻ ഒരിക്കലും നിലപാടെടുക്കില്ല. ചാണ്ടിയുമ്മന്റെ വാക്കുകൾക്ക് രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയുമുണ്ട്. KPCCയിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മതാധിഷ്ഠിത വിഭാഗങ്ങൾക്ക് തമ്മിലുള്ള സമത്വം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെ അദ്ദേഹം സൂചിപ്പിച്ചുവെങ്കിലും പാർട്ടിയിലുള്ള മതമോ ജാതിയോ അടിസ്ഥാനമാക്കിയുള്ള വിഭാഗീയതയ്ക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളുമായി ഞാൻ ഇന്ന് സംസാരിക്കും. പാർട്ടിക്കുള്ളിലെ ആശങ്കകൾ പാർട്ടിക്കുള്ളിൽ തന്നെ പരിഹരിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളിലും രാഷ്ട്രീയവും തമ്മിൽ എപ്പോഴും അടുത്ത ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ചരിത്രപരവും കൂടിയാണ്. KM ചാണ്ടിയിൽ നിന്ന് ആരംഭിച്ച് ഉമ്മൻചാണ്ടിയിലേക്കുള്ള നീണ്ടൊരു പാരമ്പര്യമാണ് അതിന് പിന്നിൽ. എന്നാൽ ഇപ്പോഴത്തെ തലമുറയിൽ പാർട്ടി ഉൾപ്പെടെയുള്ള ഉൾരംഗത്ത് ഈ ബന്ധം ക്ഷയിക്കുന്നുവെന്ന തോന്നലാണ് സഭയുടെ നേതാക്കൾക്കുമുള്ളത്. സഭയിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി മതസമൂഹങ്ങളെ അവഗണിക്കാനോ അവരെ പിളർപ്പിലാക്കാനോ ശ്രമിക്കുന്നത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന് തന്നെ ഭീഷണിയാകുമെന്നാണ്. ഗീവർഗീസ് മാർ യൂലിയോസ് തന്റെ പ്രസ്താവന ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ മുന്നറിയിപ്പ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. ഓർത്തഡോക്സ് സഭയുടെ സ്വാധീനം കോട്ടയം, പത്തനംതിട്ട, എറണാകുളം മേഖലകളിൽ വലിയ രീതിയിലാണുള്ളത്. ഇവിടുത്തെ സഭാംഗങ്ങൾ പ്രധാനമായും കോൺഗ്രസിനോടാണ് അടുത്ത് നിൽക്കുകയും ചെയ്യുന്നത്. ആ അടിസ്ഥാനത്തിൽ സഭയുടെ അസന്തോഷം
കോൺഗ്രസിനുള്ളിലെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്നും ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അഭിപ്രായപ്പെടുകയും ചെയ്തു. അതേസമയം KPCCയിലെ നേതാക്കൾക്ക് ഈ വിഷയത്തിൽ സൂക്ഷ്മമായുള്ള സമീപനം സ്വീകരിക്കേണ്ട ഒരു ആവശ്യകതയാണുള്ളത്. സമൂഹങ്ങൾക്കെല്ലാം പാർട്ടിയിൽ സ്ഥാനമുണ്ട്, എന്നാൽ പാർട്ടിയിൽ മതമില്ല എന്ന ആശയമായിരുന്നു KPCC വക്താക്കൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ചോദ്യം ഇതാണ്: ഈ പ്രസ്താവനകൾ പാർട്ടിയും സഭയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ അകലമുണ്ടാക്കുമോ എന്നതാണ്. അതോ തുറന്ന സംവാദത്തിലേക്ക് നയിക്കുമോ? സഭയുടെ നിലപാട് വ്യക്തമാണ്. അവരുടെ അംഗങ്ങൾ രാഷ്ട്രീയ രംഗത്ത് അവഗണിക്കപ്പെടരുത്. കോൺഗ്രസിന്റെ നിലപാടും വ്യക്തമാണെന്ന് പറയുകയാണ്. മതവും ജാതിയും അവഗണിക്കാതെ കഴിവും പാർട്ടി അധിഷ്ഠിതവുമായിട്ടുള്ള സ്വാധീനം അടിസ്ഥാനമാക്കിയാണ് സ്ഥാനനിർണയം. ഇരു വിഭാഗങ്ങളും ഈ വിഷയം പരസ്പരം സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ പ്രശ്നം പറഞ്ഞു തീർക്കാൻ കഴിയും. ഇതില്ല എങ്കിൽ കേരളത്തിൽ ഒരു മതസൗഹാർദ്ദ അന്തരീക്ഷവും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ട് സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കും. ഇത് കേരളത്തിന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. പുനഃസംഘടനയുടെ പൊട്ടിപ്പുറപ്പെട്ട ഈ വിവാദം രാഷ്ട്രീയത്തെയും മതത്തെയും ബന്ധിപ്പിക്കുന്ന സൂക്ഷ്മമായിട്ടുള്ള ഒരു നൂലിൽ കൂടി കടന്നു പോകുന്ന സംഭവ വികാസം കൂടിയാണ്. അടുത്ത ദിവസങ്ങളിൽ പാർട്ടിയും സഭയും സ്വീകരിക്കുന്ന നിലപാടുകൾ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ മതസമവാക്യങ്ങൾ തന്നെ മാറ്റിമറിക്കാനും സാധ്യതയുണ്ട്.